ഈ മാസം 23 മുതൽ നമ്മുടെ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഓഫർ സെയിൽ ആരംഭിക്കുകയാണ്. മെമ്പർഷിപ്പ് ഉള്ളവർക്ക് 24 മണിക്കൂർ മുമ്പ് സ്റ്റാർട്ട് ചെയ്യും. അതായത് 22 അവർക്ക് സെയിൽ ഓഫറുകൾ കിട്ടിത്തുടങ്ങും. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ GST ഈ മാസം 22 മുതലാണ് കുറയ്ക്കുന്നത്. അന്ന് മുതലാണ് നമ്മുടെ ഓൺലൈനിലും സെയിൽ ആരംഭിക്കുന്നത്. ഈ പ്രാവശ്യത്തെ സെയിലിൽ എന്തായാലും നമുക്ക് നല്ല അടിപൊളി വിലക്കുറവ് തന്നെ കിട്ടും. കാരണം AC TV പോലുള്ളവർക്ക് 28% നിന്ന് 18% ടാക്സ് കുറച്ചിരിക്കുകയാണ് GST. അതായത് 10% അവിടെ കുറഞ്ഞു. പിന്നെ കാർഡ് ഓഫർ 10%. മൊത്തം നമുക്ക് 20% ഓഫർ സെയിലിൽ ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു എമൗണ്ട് ആയിരിക്കും TV, AC മുതലായ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോളാർ പാനലുകൾ 5% GSTയിലേക്ക് കൊണ്ടുവരികയാണ് 22 മുതൽ. അപ്പോൾ നമുക്ക് ഈ സെയിലിൽ നല്ല രീതിയിൽ പൈസ കുറവിൽ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ പ്രാവശ്യത്തെ നമ്മുടെ സെയിലിലാണെങ്കിൽ ഒരുപാട് ഓഫറുകൾ കിട്ടാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഈ ഓഫറൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റാരും കാണത്തില്ല. ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഈ പ്രാവശ്യം ആമസോണിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ 10% കാർഡ് ഓഫർ ലഭിക്കുന്നത് SBIയുടെ കാർഡിനാണ്. ഈ പ്രാവശ്യം ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ നമുക്ക് ICICI ബാങ്കിൻ്റെ കാർഡിനും അതുപോലെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡിനുമാണ് 10% ഓഫർ ലഭിക്കുന്നത്. പിന്നെ ചില സാധനങ്ങൾക്ക് HDFCയുടെ കാർഡിന് 10% ഓഫർ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എല്ലാ വർഷവും അങ്ങനെ കൊടുക്കുന്നതാണ്. ഈ പറഞ്ഞ കാർഡുകൾ ഒക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നെങ്കിൽ ഓഫർ തുടങ്ങുന്ന ദിവസം അല്ലെങ്കിൽ ഓഫർ അവസാനിക്കുന്ന ആ ഒരു ദിവസം രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പ്രൈസ് കട്ട് ചെയ്ത് വരുന്നത്. ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടുപേരും ഡേറ്റ് പ്രഖ്യാപിച്ചു എന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ GSTയുടെ ആ ഒരു സംഭവം വന്നേ പിന്നെ ഡേറ്റ് ഏകദേശം ഇവർക്ക് കൺഫേം ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓഫർ കിട്ടു. എന്തൊക്കെ ഓഫർ ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു സാധനം തിരഞ്ഞെടുക്കാം. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരാവശ്യവുമില്ലാണ്ട് ഓഫർ കണ്ടിട്ട് വാങ്ങിച്ചിട്ട് അതൊരു EMIയിലൊക്കെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ പൈസ അടിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാം. അതല്ലാണ്ട് നാട്ടുകാരെയും ബന്ധുക്കാരെയും കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടി നിങ്ങൾ ഒരു സാധനം ചുമ്മാ അനാവശ്യമായിട്ട് വാങ്ങിക്കുന്നത് നല്ല കാര്യമല്ല. നിങ്ങൾക്ക് സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി വാങ്ങാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പൈസയാണ്. പക്ഷേങ്കിൽ എല്ലാവരും കച്ചവടം ചെയ്യുന്നത് അവർക്ക് ലാഭം കിട്ടാൻ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ EMI വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ വല്ലതും അടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ടൈമിൽ കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ നല്ല ബുദ്ധിപരമായ ഒരു ചിന്തയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു സാധനം വാങ്ങിക്കുക. അതിനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് ശേഷം മാത്രം ആ ഒരു ഐറ്റം വാങ്ങിക്കുക. നിങ്ങളെ ആമസോണിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ റിവാർഡ് സെക്ഷനിൽ പോയിട്ട് ഇതുപോലത്തെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്ത് എടുക്കണം. എങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ പൈസ ലാഭം കിട്ടും. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഒരു വീഡിയോ ചെയ്തു തരാം. പിന്നെയാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.